നമസ്തേ നമസ്തേ നമസ്തേ. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മുടെ കത്ത് വന്നിരിക്കുന്നത് എവിടെ നിന്നാണ്? തൃശ്ശൂരിൽ നിന്നാണ്. ആരാ അയച്ചിരിക്കുന്നു? ജയന്തി. ജയന്തിക്ക് എന്താ? ജയന്തി മകൾക്ക് വേണ്ടിയിട്ടാണ് എഴുതിയിരിക്കുന്നത്. മകള് ബിടെക് കഴിഞ്ഞ് കുറച്ച് നാളായി, ഇതുവരെ ഇഷ്ടപ്പെട്ട ജോലിയൊന്നും ആയിട്ടില്ല. മകൾക്ക് ഗവൺമെന്റ് ജോലി ലഭിക്കുമോ, വിദേശ ജോലിക്ക് സാധ്യതയുണ്ടോ എന്നിങ്ങനെ കാര്യങ്ങളാണ് അറിയാൻ താല്പര്യപ്പെടുന്നത്. ഗ്രഹനില ചേർക്കുന്നു. അത് മാത്രം? അതെ. പഞ്ചമഹായോഗങ്ങൾ എന്ന കഴിഞ്ഞ കുറേ എപ്പിസോഡുകൾക്ക് മുൻപ് ഒരു കത്തിലൂടെ മറുപടി പറഞ്ഞിരുന്നു. ഈ പഞ്ചമഹായോഗങ്ങളിൽ അഗ്രഗണ്യനാണ് മാളവ്യയോഗം, മുൻപന്തി നിൽക്കുന്നത്. മാളവ്യയോഗം കിട്ടണമെങ്കിൽ വളരെ പൂർവികന്മാർ ചെയ്ത സുഹൃതം കൊണ്ട് ലഭിക്കുന്ന ഒരു യോഗമാണ്. അതായത് കാണുന്ന മാത്രയിൽ തന്നെ ആ യോഗമുള്ള ആളുകൾക്ക് സൗന്ദര്യം എന്ന് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. സൗന്ദര്യമുള്ളവർ ഈ കാലഘട്ടങ്ങളിൽ ഒട്ടുമുക്കാലും പേർക്ക് ഓരോരുത്തരുടെ കണ്ണുകൾ കൊണ്ട് ഓരോരുത്തരെ നോക്കുമ്പോൾ അതിന് സൗന്ദര്യമുണ്ട്. പക്ഷേ പ്രത്യേകിച്ചൊരു ആകർഷണ ശക്തി അത് ഈ മാളവ്യ യോഗത്തിനുണ്ട്. ആകർഷണ ശക്തി എന്ന് പറഞ്ഞാൽ അവരിൽ ഏതെങ്കിലും ഒരു വിശേഷ വിദ്യ അവരിലുണ്ടായിരിക്കും. അല്ലെങ്കിൽ ഏതെങ്കിലും അവരുടെ സംഭാഷണത്തിലോ രൂപലാവണ്യത്തിലോ പെരുമാറ്റത്തിലോ അവരുടെ വിശേഷ അധികാരപരമായ ജോലിയിലോ അവരുടെ സംഭാഷണത്തിലോ ആംഗ്യഭാഷയിലോ ഏതെങ്കിലും തരത്തിൽ മറ്റുള്ളവർക്ക് ആകർഷിക്കത്തക്ക രീതിയിൽ ഉള്ള ഒരു വിദ്യയോ സംഭാഷണമോ മറ്റേതെങ്കിലും പ്രവർത്തനങ്ങളോ പെരുമാറ്റങ്ങളോ ആകർഷണപരമായിട്ട് ഉണ്ടാവും. ഇത് കൂടുതലും ശുക്രൻ കലാകാരനായതുകൊണ്ട് കലാപരമായി കഴിവുള്ളവരിലും ഈ യോഗങ്ങളുണ്ട്. സൗന്ദര്യത്തെക്കാൾ ഉപരി അഭിനയം, സംഗീതം, മറ്റുള്ള 68 കലകളിൽ ഏതെങ്കിലും അഗ്രഗണ്യ സ്ഥാനത്ത് വരുന്നവരും ഈ കലാപരമായിട്ടൊന്നും കഴിവില്ലെങ്കിൽ തന്നെ അവരുടെ ജന്മ നിയോഗം ശുക്രൻ്റെ ശക്തിയാൽ ഇവർക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും കൊടുക്കുന്ന യോഗമാണ് ഈ മാളവ്യ യോഗം. ഈ മകൾക്കുണ്ട്. 27-നും 30-നും മധ്യേ ഇവളുടെ ഭാഗ്യകാലം ഉദിപ്പതും ഈ കാലഘട്ടങ്ങൾ വിദ്യക്കുദ്യോഗവും വിത്തവും മംഗല്യമാം. വിദ്യക്കുദ്യോഗം അതായത് വിദ്യാഭ്യാസം, ഉപരിപഠനം, മറ്റ് PG മുതലായ കാര്യങ്ങൾ, അന്യ സ്റ്റേറ്റ് രാജ്യ ബിരുദം, പ്ലസ് അതിനനുസരണമായ വിദേശ ഉദ്യോഗം. അപ്പോൾ വിദേശത്തേക്ക് പോകുമോ എന്നാണ് ചോദ്യം. വിദേശം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന ഇന്ത്യക്കാർക്ക് അമേരിക്ക പോലെയുള്ള രാജ്യങ്ങൾ വിദേശമാണെങ്കിൽ അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളിൽ ജനിച്ചവർക്ക് ഇന്ത്യയൊക്കെ ഒരു വിദേശമാണ്. കുറേ കാലഘട്ടങ്ങൾക്ക് മുൻപ് ഇപ്പോൾ പേരെടുത്ത പേരും പണവും അതുപോലെയൊക്കെയുള്ള വലിയ രാജ്യങ്ങൾ അന്നൊന്നും അത്ര പേരും പ്രസിദ്ധിയും ധനവും ഒന്നും ഉണ്ടായിരുന്നതല്ല. ചില രാജ്യങ്ങളിലും ചില ഗ്രഹങ്ങളുടെ സ്വാധീനം വർദ്ധിക്കും. ഇന്ന് എണ്ണയും സ്വർണവും ഒക്കെ യഥേഷ്ടം ലഭിച്ച് സമ്പന്നമായിരുന്ന ഗൾഫ് രാഷ്ട്രങ്ങൾ 500 വർഷങ്ങൾക്ക് മുമ്പ് വളരെ ദാരിദ്ര്യമായിരുന്നു. മീൻ പിടിച്ചും ഒക്കെ ജീവിച്ചുകൊണ്ടിരുന്ന ഒരു സമൂഹമുണ്ട്. ഇന്നത് മാറി സ്വർണവും പെട്രോളും ഇന്നത്തെ മനുഷ്യന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഇന്ധനങ്ങളുമൊക്കെ ലഭിക്കുന്ന സ്ഥലങ്ങളായി മാറി. മരുഭൂമികൾ പച്ചപ്പായി, പച്ചപ്പുള്ള സ്ഥലങ്ങൾ മരുഭൂമികളായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഭൂലോകത്തിലും പല രാജ്യങ്ങളിലും പല നദികളും പർവ്വതങ്ങളിലും ഒക്കെ ഈ ഗ്രഹങ്ങളുടെ സ്വാധീനം കൊണ്ട് മാറ്റങ്ങൾ മനുഷ്യരിലും രാഷ്ട്രീയത്തിലും മതപരവും അതുപോലെ തന്നെ ആഹാര രീതികളിലും വിദ്യാഭ്യാസ രീതികളിലും ഒക്കെ ഉണ്ട്. ഏത് കാലം വന്നാലും ഈ പഞ്ചമഹായോഗങ്ങളൊക്കെ ഉള്ളവർ ഏത് കുടിലിൽ കിടന്നാലും അവരതനുസരിച്ചുള്ള ഡെവലപ്മെൻ്റ് ഉണ്ടാവുമെന്നാണ് ഈ പറഞ്ഞു വെച്ച ഉപമയുടെ സാരം. അപ്പം 27-നും 30-നും മധ്യേ മകൾക്ക് ഉപരിപഠനം, അതിനനുസരിച്ചുള്ള ഉദ്യോഗം, വിശേഷാധികാരം ഒരു 100 പേർക്ക് ജോലി കൊടുക്കാൻ ഇൻ്റർവ്യൂ നടത്തി സെലക്ട് ചെയ്യാനുള്ള പവർ ഉണ്ടെങ്കിൽ അത് വിശേഷാധികാരമാണ്. ഒരാളുടെ പേരിൽ ഒരു വീടോ ഒരു കരയോ ഒരു സ്റ്റേറ്റോ ഒരു രാജ്യമോ അറിയപ്പെടുന്നെങ്കിൽ അത് വിശേഷാധികാരമാണ്. ഒരു വ്യക്തിയുടെ പേരിൽ എന്തെങ്കിലും ഒരു പ്രസ്ഥാനം
അല്ലെങ്കിൽ ഒരു ഫോർമുല കണ്ടുപിടിച്ചാൽ അതൊരു വിശേഷാധികാരമാണ്. അങ്ങനെ കിടക്കുന്നു ആയിരക്കണക്കിന് വിശേഷാധികാരം. അവയിലേതെങ്കിലും ഒന്നിൽ വിശേഷവിദ്യ, ജോലി, കാര്യങ്ങൾ, അതുപോലെ തന്നെ പെരുമാറ്റത്തിലും സംസാരത്തിലുമൊക്കെ എന്തെങ്കിലും ആകർഷണീയത, അധികാരം, ഇപ്രകാരം കനകവേഷഭൂഷണാദികൾ, ഒന്നിലും കാര്യമായ ദുഃഖങ്ങളൊന്നുമില്ലാത്ത ഒരു ജന്മമായി 27 വയസ്സ് മുതൽ ജീവിതാന്ത്യം വരെ, മരണം വരെ, ഏതാണ്ട് മധ്യായുസ് വരെ, 68-70 വയസ്സ് വരെ, അതാണ് മധ്യായുസ് എന്ന് സാധാരണ പറയുന്നത്. വലിയ കുഴപ്പമില്ലാതെ വിദ്വാനും സുന്ദരനും അരോഗതടകാത്തനും പേരും പ്രസിദ്ധിയുള്ള ഭർത്താവും അതിൽ സന്താനജനനങ്ങളും നല്ല നിലയിലുള്ള സന്താനാഭിവൃദ്ധികളും കാലോചിതപരമായ ഭവനം, വസ്തു, വാഹനം മുതലായിട്ടുള്ള രീതികളും എല്ലാം ശിഷ്യന്മാരോ അല്ലെങ്കിൽ ശമ്പളക്കാരോ ഒക്കെ ഉണ്ടാവുന്ന ഒരു ജന്മം. മാളവ്യം അധികം ലഭിക്കാനായി മഹാലക്ഷ്മിയെ കൂടുതൽ, ലക്ഷ്മി അതിൻ്റെ അതിദേവതയാണ്, ശുക്രൻ്റെ. ഹിമകുന്ദമണാളാഭം ദൈത്യാനം പരമങ്കുരം എന്നുള്ള ശ്ലോകങ്ങൾ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഉപവസിക്കുന്നതും, അതുപോലെ മഹാലക്ഷ്മി ഹോമങ്ങൾ ചെയ്യുന്നതും, ലക്ഷ്മി യന്ത്രങ്ങൾ ധരിക്കുന്നതും, വൈഡൂര്യ രത്നം ധരിക്കുന്നതും, ഇവയെല്ലാം കൂടെ കൈകാര്യം ചെയ്തു പോകുന്നതുമൊക്കെ എല്ലാം നല്ലതാണ്. പരമാവധി ഈ കിട്ടുന്നത് പോഷിപ്പിക്കാൻ സാധിക്കും.